അറിഞ്ഞോ, കണ്ണ് കാണാത്ത ഒരു കടുവയെ കാട്ടിൽ കണ്ടെന്ന്. ഏ, കണ്ണ് കാണാത്ത കടുവയോ? എവിടെ? അതറിയില്ല. എന്നോട് ഇക്കാര്യം പറഞ്ഞത് കൊമ്പ് പോയ ഒരു പോത്താ. കൊമ്പ് പോയ പോത്തോ? അങ്ങനെ ഒരു പോത്ത് നമ്മുടെ കാട്ടിലില്ലല്ലോ. ഇല്ല, അങ്ങേര് ഈ കാട്ടിൽ പുതിയതായി വന്നയാളാ, ഞാൻ പരിചയപ്പെട്ടു. എങ്കിൽ കണ്ണ് കാണാത്ത കടുവയും പുതിയതായി വന്നതാവും. കാട്ടിൽ പുതിയ കുറേ താമസക്കാർ വന്നിട്ടുണ്ടെന്ന് ഞാനും കേട്ടു. കണ്ണ് കാണാത്ത കടുവ എവിടെയുണ്ട്? അതെനിക്കറിയില്ല. കൊമ്പ് പോയ പോത്തിനോട് ചോദിക്കണം. ശെടാ, കൊമ്പ് പോയ പോത്ത് എവിടെയുണ്ട്? മൂക്കിൻ കുന്നിലുണ്ട്. കൊമ്പ് കാണാത്ത കടുവ എങ്ങനെയാണാവോ ജീവിക്കുന്നത്? കൊമ്പ് കാണാത്ത കടുവയല്ലടോ, കണ്ണ് കാണാത്ത കടുവ. സൂത്ര, നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഹാ, എന്തായാലും ഒരു കടുവയല്ലേ, താനൊന്ന് സഹായിക്കുന്നത് നല്ലതാ. ശരിയാ, പക്ഷേ സഹായിക്കാൻ താൻ സഹായിക്കണം. കണ്ണ് കാണാത്തവർക്ക് കുത്തി നടക്കാൻ ഒരു വടി കൊടുക്കുന്നത് നല്ലതാ. ആ, ഇത് മതി. നടക്കുമ്പോൾ മുള്ളിൽ ചവിട്ടാതിരിക്കാൻ കാല് പൊതിയണതും നല്ലതാ. കാല് പൊതിയാൻ ഈ ഇല മതി, കെട്ടാൻ വള്ളിയും വേണം. ഇനി കൊമ്പ് പോയ പോത്തിനെ കാണാം, മൂക്കിൻ കുന്നിലല്ലേ. കൊമ്പ് പോയ പോത്ത് പോയണ്ടാവോ? പുതിയതായി കൊമ്പ് പോയ? അല്ല, പുതിയതായി കാട്ടിൽ വന്ന ആളല്ലേ? അതെ. കണ്ണ് കാണാത്ത കടുവേനെ കണ്ടു എന്ന് പറഞ്ഞത് ചേട്ടനല്ലേ? അതെ. ആ കടുവേനെ ഒന്ന് കാണണമല്ലോ. ഏ, അപ്പത്താനിക്കും കണ്ണ് കാണില്ലേ? അതെന്നാ? തൻ്റെ പിന്നാലെ നടക്കുന്ന ഈ കടുവയെ പറ്റിയാ ഞാൻ പറഞ്ഞത്. ഒത്ത തടിയും ആരോഗ്യമുള്ള ഒരു കടുവ ഒരു പീക്കിരി കുറുക്കൻ്റെ പിന്നാലെ നടക്കണമെങ്കിൽ അത് കടുവയ്ക്ക് കാഴ്ചയില്ലാഞ്ഞിട്ടാന്നാ ഞാൻ വിചാരിച്ചത്.